PSC ഇൻഫിനിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. PSC ഇന്നലെ നടത്തിയ LGS ലെവൽ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ചോദ്യോത്തരങ്ങളാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം: താഴെ കാണിച്ച സംഭവങ്ങളെ കാലഗണന അനുസരിച്ച് ക്രമീകരിക്കുക. ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിൽ റൗലറ്റ് നിയമങ്ങൾ പാസാക്കിയ വർഷം 1919. ഗദ്ദാർ പാർട്ടി അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ സ്ഥാപിച്ചത് 1913. ഗദ്ദാർ പാർട്ടി അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ സ്ഥാപിതമായ വർഷം 1913. ആനി ബസന്റിന്റെയും ബാലഗംഗാധര തിലകിന്റെയും നേതൃത്വത്തിൽ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1916. CR ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്ന് സ്വരാജ് പാർട്ടി രൂപീകരിച്ച വർഷം 1923. കാലഗണന അനുസരിച്ച് എഴുതുമ്പോൾ ആദ്യം നടന്നത് ബി ആണ്. ഗദ്ദാർ പാർട്ടി അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ സ്ഥാപിച്ചു. രണ്ടാമതായി നടന്നത് ആനി ബസന്റിന്റെയും ബാലഗംഗാധര തിലകിന്റെയും നേതൃത്വത്തിൽ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു. 1916. പിന്നീട് നടന്നത് എ. ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിൽ റൗലറ്റ് നിയമങ്ങൾ പാസാക്കി 1919. അപ്പോൾ അവസാനം നടന്നത് CR ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്ന് സ്വരാജ് പാർട്ടി രൂപീകരിച്ചു. അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി, എ ആൻഡ് ഡി. ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചത് ലാലാ ഹർദയാർ. ആസാദ് ഹിന്ദ് ഫൗജ് സുഭാഷ് ചന്ദ്രബോസ്. ഉത്തരം ഓപ്ഷൻ സി. ശരിയായ രണ്ട് പ്രസ്താവനകൾ അടങ്ങുന്ന ഓപ്ഷൻ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി, എ ആൻഡ് സി. നാഷണൽ ഹെറാൾഡ് ജവഹർലാൽ നെഹ്റുവിൻ്റെ പത്രമാണ്. നാഷണൽ ഹെറാൾഡ് എന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ പത്രമാണ്. ആനി ബസന്റിന്റെ പ്രസിദ്ധമായ പത്രമാണ് ന്യൂ ഇന്ത്യ. ആനി ബസന്റിന്റെ പ്രസിദ്ധമായ പത്രമാണ് ന്യൂ ഇന്ത്യ. നവജീവൻ എന്നത് ഗാന്ധിജിയുടെ പത്രമാണ്, ഗാന്ധിജി. അതുപോലെ സമ്പാദ് കൗമുദി രാജാറാം മോഹൻ റോയുടെ പത്രമാണ്, രാജാറാം മോഹൻ റോയ്. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ ബി, എ ആൻഡ് സി. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി, ബി ആൻഡ് സി. ബിയും സിയും തെറ്റായ പ്രസ്താവനകളാണ്. മക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. മക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യ മീൻസ് ഫ്രീഡം എന്നത് മൗലാന അബ്ദുൽ കലാമിൻ്റെ കൃതിയാണ്. ഇന്ത്യ മീൻസ് ഫ്രീഡം എന്നത് അദ്ദേഹത്തിൻ്റെ കൃതിയാണ്. എയും ഡിയും പ്രസ്താവനകൾ ശരിയാണ്. നമ്മളോട് തെറ്റായതാണ് ചോദിച്ചത്. ഉത്തരം ഓപ്ഷൻ ബി. താഴെ കാണിച്ച സംഭവങ്ങളെ കാലഗണന അനുസരിച്ച് ക്രമീകരിക്കുക. ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ രൂപീകരണം നടന്ന വർഷം 1936. സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുത്ത വർഷം 1943. റോയൽ ഇന്ത്യൻ നേവിയിലെ നാവികർ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നാവിക കലാപം നടത്തിയ വർഷം 1946. ഗാന്ധിജി ബ്രിട്ടീഷുകാർക്കെതിരെ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1930. കാലഗണനാ ക്രമം അനുസരിച്ച് എഴുതുമ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ആദ്യം നടന്നത് ഡി, പിന്നീട് എ, പിന്നീട് ബി, ലാസ്റ്റ് നടന്നത് സി. നാവിക കലാപം 1946 നാവിക കലാപം. 2025 ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ഇവരാരുമല്ല. സ്വതന്ത്ര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികളാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തൽ,
നാട്ടുരാജ്യങ്ങളുടെ സംയോജനം, സ്വതന്ത്ര വിദേശ നയങ്ങളുടെ രൂപീകരണം. എയും ബിയും ഡിയും. ഉത്തരം ഓപ്ഷൻ ഡി. 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ താഴെ പറയുന്നവയിൽ നിന്നും കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി. ഗ്രാമീണ വികസനവും വികേന്ദ്രീകാസൂത്രണവും. 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളാണ് ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി, ഡി ആൻഡ് എ. ദുർഗാപൂർ ഇരുമ്പ് ഉരുക്ക് വ്യവസായം പശ്ചിമ ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായം ജർമ്മനിയുടെ സഹായത്തോടെ ഒഡീഷയിൽ സ്ഥാപിച്ചു. എയും ഡിയും പ്രസ്താവനകൾ ശരിയാണ്. തന്നിരിക്കുന്നതിൽ നിന്നും തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി. എയും ബിയും സിയും പ്രസ്താവനകൾ തെറ്റാണ്. ആദിത്യ L1 വിക്ഷേപണ ദൗത്യം സൂര്യഗവേഷണത്തിനും ബഹിരാകാശ കാലാവസ്ഥാ പഠനങ്ങൾക്കും വേണ്ടിയായിരുന്നു. ഇത് ശരിയായ പ്രസ്താവനയാണ്. ആദിത്യ L1 വിക്ഷേപണ ദൗത്യം സൂര്യഗവേഷണത്തിനും ബഹിരാകാശ കാലാവസ്ഥാ പഠനങ്ങൾക്കും വേണ്ടിയായിരുന്നു. എയും ബിയും സിയും പ്രസ്താവനകൾ തെറ്റാണ്. ദേശീയ ബഹിരാകാശ ദിനം ആഗസ്റ്റ് 23-നാണ്. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചത് 1975-ലാണ്. മംഗൾയാൻ വിക്ഷേപിച്ചത് 2013-ലാണ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി, എ ആൻഡ് സി. സിംല കരാർ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. കാർഗിൽ വിജയദിനം ജൂലൈ 26-നാണ്. ബംഗ്ലാദേശ് സ്വതന്ത്ര രാഷ്ട്രമായത് 1971-ലാണ്. ശരിയായ പ്രസ്താവനകളാണ് എയും സിയും. 2025 ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആരാണ്? ആർ വെങ്കട്ടരമണി. ഉത്തരം ഓപ്ഷൻ എ, ആർ വെങ്കട്ടരമണിയാണ് 2025 ഇന്ത്യയുടെ അറ്റോർണി ജനറൽ. 2025 ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റത് ആരാണ്? ഗ്യാനേഷ് കുമാർ. ഗ്യാനേഷ് കുമാറാണ് 2025 ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റത്. ഉത്തരം ഓപ്ഷൻ എ. ഇന്ത്യൻ ഭരണഘടന സമത്വാവകാശം ഉറപ്പുവരുത്തുന്നതിന് 18ാം വകുപ്പ് പ്രകാരം നിർത്തലാക്കിയത് എന്താണ്? ബഹുമതികൾ. ഇന്ത്യൻ ഭരണഘടന സമത്വാവകാശം ഉറപ്പുവരുത്തുന്നതിന് 18ാം വകുപ്പ് പ്രകാരം നിർത്തലാക്കിയ ഭരണഘടനാ വകുപ്പാണ് ബഹുമതികൾ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ എന്ന വ്യവസ്ഥ ഏത് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്? US ഭരണഘടന. US ഭരണഘടനയിൽ നിന്നാണ് മൗലികാവകാശങ്ങൾ എന്ന വ്യവസ്ഥ ഇന്ത്യ കടമെടുത്തത്. ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് വകുപ്പിലാണ് മൗലിക കടമകൾ എന്ന വ്യവസ്ഥ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? വകുപ്പ് 51A. ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പ് 51A-യിലാണ് മൗലിക കടമകൾ എന്ന വ്യവസ്ഥ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അധികാര വിഭജനം നടത്തിയിട്ടുള്ള യൂണിയൻ സംസ്ഥാന കൺകറന്റ് ലിസ്റ്റുകൾ ഭരണഘടനയുടെ ഏത് പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? 7ാം പട്ടിക. അധികാര വിഭജനം നടത്തിയിട്ടുള്ള യൂണിയൻ സംസ്ഥാന കൺകറന്റ് ലിസ്റ്റുകൾ ഭരണഘടനയുടെ 7ാം പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കേരള നിയമസഭയുടെ സ്പീക്കർ ആരാണ്? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. കേരള നിയമസഭയുടെ സ്പീക്കറാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായവ ഏതൊക്കെയാണ്? ഏഷ്യ ഭൂഖണ്ഡത്തിന്റെ തെക്ക് മധ്യഭാഗത്താണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഏഷ്യ ഭൂഖണ്ഡത്തിന്റെ തെക്ക് മധ്യഭാഗത്താണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. 1ഉം 2ഉം പ്രസ്താവനകൾ മാത്രം ശരിയാണ്. ഉത്തരം ഓപ്ഷൻ ഡി.
ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തെ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. ചുവടെ തന്നിരിക്കുന്ന നദികളിൽ അറബിക്കടലിൽ പതിക്കുന്നവ ഏതാണ്? സിന്ധു നദി. സിന്ധു നദിയാണ് അറബിക്കടലിൽ പതിക്കുന്ന നദി. ഗംഗ, ബ്രഹ്മപുത്ര, മഹാനദി ഇവയെല്ലാം ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത്. ഇന്ത്യയുടെ മാനക രേഖാംശം ഏത്? 82.5 ഡിഗ്രി ഈസ്റ്റ്. ഇന്ത്യയുടെ മാനക രേഖാംശമാണ് 82.5 ഡിഗ്രി ഈസ്റ്റ്. 1911 ഇന്ത്യയുടെ വ്യോമഗതാഗതം ആരംഭിച്ചത് എവിടെയായിരുന്നു? അലഹബാദ് മുതൽ നൈനി വരെയായിരുന്നു. 1911 ഇന്ത്യയുടെ വ്യോമഗതാഗതം ആരംഭിച്ചത് അലഹബാദ് മുതൽ നൈനി വരെയായിരുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വ്യാപിച്ചു കിടക്കുന്ന മണ്ണിനമാണ് എക്കൽ മണ്ണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വ്യാപിച്ചു കിടക്കുന്ന മണ്ണിനം എക്കൽ മണ്ണാണ്. ഇപ്പോഴത്തെ കേരള മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ മത്സരിച്ച നിയമസഭാ മണ്ഡലം ഏതാണ്? പറവൂർ. ഇപ്പോഴത്തെ കേരള മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ മത്സരിച്ച നിയമസഭാ മണ്ഡലമാണ് പറവൂർ. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ്? ശ്രീ കെ മുരളീധരൻ. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രിയാണ് ശ്രീ കെ മുരളീധരൻ. മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ തെരഞ്ഞെടുപ്പിൽ പ്രതിനിധീകരിച്ച മണ്ഡലം താഴെ പറയുന്നവയിൽ ഏതാണ്? പറവൂർ. മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ തെരഞ്ഞെടുപ്പിൽ പ്രതിനിധീകരിച്ച മണ്ഡലമാണ് പറവൂർ. താഴെ പറയുന്നവയിൽ ഇടുക്കി ജില്ലയിൽ ഉൾപ്പെടാത്ത വെള്ളച്ചാട്ടങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ ബി 1 മാത്രം. ചീയപ്പാറ, തൊമ്മൻകുത്ത്, തൂവാനം, വളഞ്ചാനം, ന്യായങ്കോട്, അഞ്ചുരുളി, വാളറ, ലക്കം, ചിന്നക്കന ഇവയെല്ലാം ഇടുക്കി ജില്ലയിൽ ഉൾപ്പെടുന്ന വെള്ളച്ചാട്ടങ്ങളാണ്. താഴെ പറയുന്നവയിൽ 100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള നദികൾ ഏതെല്ലാമാണ്? ഭാരതപ്പുഴ, കടലുണ്ടി, വളപട്ടണം, ചാലിയാർ ഇവയെല്ലാം 100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള നദികളാണ്. ഉത്തരം ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി സ്ഥാനം നിർവഹിച്ചിട്ടുള്ള മലയാളികൾ ആരെല്ലാമാണ്? ശ്രീ എ കെ ആന്റണി, വി കെ കൃഷ്ണമേനോൻ. കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി സ്ഥാനം നിർവഹിച്ചിട്ടുള്ള മലയാളികളാണ് എ കെ ആന്റണിയും വി കെ കൃഷ്ണമേനോനും. ഉത്തരം ഓപ്ഷൻ എ 1ഉം 4ഉം മാത്രം. നാടുകാണി ചുരം ഏതെല്ലാം പ്രദേശങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? നിലമ്പൂരിനെയും ഗൂഡല്ലൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് നാടുകാണി ചുരം. നിലമ്പൂർ, ഗൂഡല്ലൂർ. കീലേരി കുഞ്ഞിക്കണ്ണൻ ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സർക്കസ്. കീലേരി കുഞ്ഞിക്കണ്ണൻ സർക്കസ് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. താഴെ പറയുന്നവയിൽ നിന്നും ദേശീയോദ്യാനങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. മതികെട്ടാൻ ചോലയെ 2003 ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചു. ബ്ലാക്ക് ബുൾ പക്ഷിയെ സൈലന്റ് വാലിയിൽ കാണാം. ട്രിഫേണിനെ ആനമുടിച്ചോലയിൽ കാണാം. സൈലന്റ് വാലിയുടെ സംരക്ഷണം ഏറ്റെടുത്ത സംഘടനയാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. ഉത്തരം ഓപ്ഷൻ ബി 4 പ്രസ്താവനകളും ശരിയാണ്. ആറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിന്റെ ചെയർമാനായി പുതുതായി നിയമിക്കപ്പെട്ട മലയാളി ആരാണ്? എ കെ ബാലസുബ്രഹ്മണ്യൻ. ആറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിന്റെ ചെയർമാനായി പുതുതായി നിയമിക്കപ്പെട്ട മലയാളിയാണ് എ കെ ബാലസുബ്രഹ്മണ്യൻ. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ വിമാനത്താവളം ഏത്? കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട്. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട്. കുടുംബശ്രീ പദ്ധതി ഔദ്യോഗികമായി ആരംഭിച്ചത് എന്നാണ്? 1998 മെയ് 17. കടൽ തീരത്തിന്റെ നീളം ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? കൊല്ലം ജില്ല. അടുത്തിടെ ഡോക്ടർ സൈറസ് പൂനവാല 167.2 കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയ വിഖ്യാതമായ പെയിന്റിംഗ് ഏതാണ്? യശോദയും കൃഷ്ണനും. അടുത്തിടെ ഡോക്ടർ
സൈറസ് പൂനവാല 167.2 കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയ വിഖ്യാതമായ പെയിന്റിംഗാണ് യശോദയും കൃഷ്ണനും. വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് അയ്യങ്കാളി. ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെച്ച വർഷം എന്നാണ്? 1792 മാർച്ച് 18. തെക്കേ ഇന്ത്യയിൽ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? വൈകുണ്ഠസ്വാമികൾ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാമാണ്? ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക കാലത്തെ മഹാത്ഭുതമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചു. 1947-48 കാലഘട്ടത്തിലാണ് പാലിയം സത്യാഗ്രഹം നടന്നത്. 2-3 പ്രസ്താവനകൾ ശരിയാണ്. ഉത്തരം ഓപ്ഷൻ എ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് കേളപ്പനല്ല സവർണജാഥ നടത്തിയത് മന്നത്ത് പത്മനാഭനാണ്. വൈക്കത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നടത്തിയത് മന്നത്ത് പത്മനാഭൻ. ചരിത്ര പ്രസിദ്ധമായ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് വേലുത്തമ്പി ദളവയാണ്. സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് അമർത്യ സെൻ. ചേരുംപടി ചേർക്കുക. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, പൊയ്കയിൽ കുമാര ഗുരുദേവൻ, ആത്മവിദ്യാ സംഘം വാഗ്ഭടാനന്ദൻ, അരയ സമാജം പണ്ഡിറ്റ് KP കറുപ്പൻ, യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാട്. ഉത്തരം ഓപ്ഷൻ ബി. 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? KG ശങ്കരപ്പിള്ള. കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ആരാണ്? AP അനിൽകുമാർ. കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രിയാണ് AP അനിൽകുമാർ. മഹാത്മാഗാന്ധി സർവകലാശാല ഈ അടുത്ത കാലത്ത് ഡിലിറ്റ് ബിരുദം നൽകി ആദരിച്ച സിനിമാ താരം ആരാണ്? മമ്മൂട്ടി. മഹാത്മാഗാന്ധി സർവകലാശാല ഈ അടുത്ത കാലത്ത് ഡിലിറ്റ് ബിരുദം നൽകി ആദരിച്ച സിനിമാ താരമാണ് മമ്മൂട്ടി. ലഹരിക്കെതിരെ പോരാടാനായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ നൂതന പരിപാടി ഏത്? ഓപ്പറേഷൻ തൂഫാൻ. ലഹരിക്കെതിരെ പോരാടാനായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ നൂതന പരിപാടിയാണ് ഓപ്പറേഷൻ തൂഫാൻ. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പാർലമെന്റിൽ പാസാക്കിയ വർഷം ഏത്? 2000 ഒക്ടോബർ 17. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പാർലമെന്റിൽ പാസാക്കിയ വർഷം 2000 ഒക്ടോബർ 17. സന്തോഷ് ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോൾ. ആലപ്പുഴ ജില്ലയിലെ ഏക റിസർവ് വനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വീയപുരം. ആലപ്പുഴ ജില്ലയിലെ ഏക റിസർവ് വനം സ്ഥിതി ചെയ്യുന്നത് വീയപുരത്താണ്. ISROയുടെ പുതിയ ചെയർമാനാണ് ഡോക്ടർ V നാരായണൻ. താഴെ കൊടുത്തവയിൽ ധമനിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി. ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കുന്നത് ധമനികളാണ്. ഇലാസ്തികതയും കട്ടിയുള്ളതുമായ ഭിത്തിയാണ് ധമനികൾ. ഉയർന്ന വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത്. എയും സിയും ഡിയും പ്രസ്താവനകൾ ധമനിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. ഏത് വിറ്റാമിൻ്റെ അഭാവമാണ് കുട്ടികളിൽ അസ്ഥികൾ ശുഷ്കമാകുന്ന റിക്കറ്റ്സ് എന്ന രോഗത്തിന് കാരണമാകുന്നത്? വിറ്റാമിൻ ഡി. ഉത്തരം ഓപ്ഷൻ സി വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡിൻ്റെ അഭാവമാണ് കുട്ടികളിൽ അസ്ഥികൾ ശുഷ്കമാകുന്ന റിക്കറ്റ്സ് എന്ന രോഗത്തിന് കാരണമാകുന്നത്. താഴെ കൊടുത്തവയിൽ നെല്ലിക്ക സങ്കര ഇനമല്ലാത്തത് ഏതാണ്? നെല്ലിൻ്റെ സങ്കര ഇനം അല്ലാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി. പവിത്ര, ഹ്രസ്വ, ജയ ഇവയെല്ലാം നെല്ലിൻ്റെ സങ്കര ഇനങ്ങളാണ്.
പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് തിരുവനന്തപുരം. DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച് 1962 റേച്ചൽ കേഴ്സൺ എന്ന അമേരിക്കൻ ഗവേഷക പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് നിശബ്ദ വസന്തം. DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച് 1962 റേച്ചൽ കേഴ്സൺ എന്ന അമേരിക്കൻ ഗവേഷക പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് നിശബ്ദ വസന്തം അഥവാ സൈലന്റ് സ്പ്രിംഗ്. ഇന്ത്യയിൽ തിനകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ ഖാദർവാലി. ഇന്ത്യയിൽ തിനകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ ഖാദർവാലിയാണ്. കൊക്കെയിൻ ആസക്തി ചികിത്സിക്കുന്നതിനുള്ള വാക്സിൻ പുറത്തിറക്കിയ രാജ്യമാണ് ബ്രസീൽ. കൊക്കെയിൻ ആസക്തി ചികിത്സിക്കുന്നതിനുള്ള വാക്സിൻ പുറത്തിറക്കിയ രാജ്യം ബ്രസീൽ. ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ കാണുന്ന കണങ്ങളാണ് പ്രോട്ടോണും ന്യൂട്രോണും. ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ കാണുന്ന കണങ്ങളാണ് പ്രോട്ടോണും ന്യൂട്രോണും. പ്രകാശവേഗത ഏറ്റവും കൂടുതലുള്ള മാധ്യമം ശൂന്യത. പ്രകാശവേഗത ഏറ്റവും കൂടുതലുള്ള മാധ്യമം ശൂന്യത. കൂട്ടത്തിൽ പെടാത്തത് സ്ഥാനാന്തരം. അലൂമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്. ഉയർന്ന കലോറിക മൂല്യം ഉള്ള ഇന്ധനമാണ് ഹൈഡ്രജൻ. ഇന്ത്യയുടെ ആദ്യത്തെ സൂര്യപഠന ദൗത്യമാണ് ആദിത്യ L1. ഏതൊക്കെ ആഗോള ബഹിരാകാശ ഏജൻസികളുടെ സംയുക്ത ദൗത്യമാണ് നിസാർ? നാസ ആൻഡ് ഇസ്രോ. ഉത്തരം ഓപ്ഷൻ എ. ഡെങ്കിപ്പനി പരത്തുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? കൊതുക്. കൊതുക് പരത്തുന്ന രോഗമാണ് ഡെങ്കിപ്പനി. സിക വൈറസ് പരത്തുന്ന കൊതുക് ഏതാണ്? ഈഡിസ് കൊതുക്. സിക വൈറസ് പരത്തുന്ന കൊതുകാണ് ഈഡിസ് കൊതുക്. മലേറിയ പരത്തുന്ന കൊതുക് ഏതാണ്? അനോഫിലിസ് കൊതുക്. അമിതമായ മാനസിക സമ്മർദ്ദം കാരണം ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത രോഗം ഏതാണ്? ചിക്കൻ പോക്സ്. ഉയർന്ന രക്തസമ്മർദ്ദം, വിഷാദരോഗം, പ്രമേഹം ഇവയെല്ലാം അമിതമായ മാനസിക സമ്മർദ്ദം കാരണം ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗങ്ങളാണ്. കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതുമായി ബന്ധപ്പെട്ട ജീവിതശൈലി രോഗം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി. മുകളിൽ പറഞ്ഞവയെല്ലാം. പക്ഷാഘാതം, ഫാറ്റി ലിവർ, ഹൃദ്രോഗം ഇവയെല്ലാം കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതുമായി ബന്ധപ്പെട്ട ജീവിതശൈലി രോഗങ്ങളാണ്. ഉയർന്ന രക്തസമ്മർദ്ദത്തിന് കാരണമാകുന്ന ഒരു പ്രധാന ജീവിതശൈലി രോഗം ഏതാണ്? അമിതമായ ഉപ്പിന്റെ ഉപയോഗം. സർക്കാർ ആശുപത്രികളെ ജനസൗഹൃദമാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കേരള സർക്കാർ പദ്ധതി ഏതാണ്? ആർദ്രം മിഷൻ. അവയവദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള കേരള സർക്കാരിന്റെ പദ്ധതി ഏതാണ്? മൃതസഞ്ജീവനി. ഭിന്നശേഷിയുള്ള കുട്ടികൾക്കായി സർക്കാർ നടപ്പിലാക്കുന്ന സമഗ്ര പുനരധിവാസ പദ്ധതി ഏതാണ്? അനുയാത്ര. അടിസ്ഥാന ശുചിത്വ ശീലങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി. ദിവസവും കുളിക്കുക, ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് കൈ കഴുകുക, പരിസരം വൃത്തിയായി സൂക്ഷിക്കുക ഇവയെല്ലാം അടിസ്ഥാന ശുചിത്വ ശീലങ്ങളിൽ ഉൾപ്പെടുന്നു. 2025 ഒക്ടോബറിൽ കേരളം പോളിയോ നിർമ്മാർജ്ജനത്തിനായി പൾസ് പോളിയോ പ്രതിരോധ കുത്തിവയ്പ് ഡ്രൈവ് സംഘടിപ്പിച്ചു. ഈ ഡ്രൈവിൽ 5 വയസ്സിന് താഴെയുള്ള എത്ര കുട്ടികളെയാണ് ലക്ഷ്യമിട്ടത്? 21 ലക്ഷം. 2025 ഒക്ടോബറിൽ മലപ്പുറത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട എംപോക്സ് ക്ലേഡ് 1 സ്ട്രെയിനിന്റെ ആദ്യ കേസ് ഇന്ത്യയിൽ എവിടെ നിന്നുള്ള യാത്രക്കാരനാണ്? UAE. ഉത്തരം ഓപ്ഷൻ ബി. 2025 ഒക്ടോബറിൽ കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 1.5 മാസത്തിനിടെ 14 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. താഴെ പറയുന്നവയിൽ ഏത് അമീബയാണ് ഈ രോഗത്തിന് കാരണമാകുന്നത്? നെഗ്ലേറിയ ഫൗലേറി. 2025 ഒക്ടോബറിൽ കുട്ടികളുടെ ചുമ മരുന്നുകളുടെ ഉപയോഗം സംബന്ധിച്ച് പഠിക്കാൻ ഒരു വിദഗ്ധ സമിതിയെ കേരള സർക്കാർ നിയോഗിച്ചു. ഈ സമിതിയുടെ റിപ്പോർട്ട് പ്രകാരം താഴെ പറയുന്നവയിൽ ഏത് മരുന്നാണ് സംസ്ഥാനത്ത് നിരോധിച്ചത്? റെസ്പി ഫ്രഷ് TR മരുന്ന്. അടുത്തത് മാത്സ് ചോദ്യങ്ങളാണ്.
81-ാമത്തെ ചോദ്യം 1 - 2 + 3 - 4 + 5 - 6 + etc. 99 - 100 എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി -50. 82-ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ഡി 42. 83 8, 12, 15 എന്നീ സംഖ്യകൾ കൊണ്ട് ഭാഗിച്ചാൽ ശിഷ്ടം 5 വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? ഉത്തരം ഓപ്ഷൻ സി 125. 84 91 മീറ്ററും 117 മീറ്ററും നീളമുള്ള 2 കയറുകൾ തുല്യ നീളമുള്ള കഷ്ണങ്ങളായി മുറിക്കുകയാണെങ്കിൽ ഓരോ കഷ്ണത്തിൻ്റെയും പരമാവധി നീളം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി 13 മീറ്റർ. 3/5, 5/8, 2/3 എന്നിവയെ ആരോഹണ ക്രമത്തിൽ എഴുതുക. ഉത്തരം ഓപ്ഷൻ എ. ഒരു സമചതുരത്തിന്റെ ചുറ്റളവ് 36 സെന്റിമീറ്റർ ആയാൽ അതിൻ്റെ പരപ്പളവ് എത്രയാണ്? 81 സെന്റിമീറ്റർ സ്ക്വയർ. ഒരു ക്ലാസ്സിൽ 20 കുട്ടികളുടെ ശരാശരി വയസ്സ് 12 ആണ്. ഒരു പുതിയ കുട്ടി വന്നപ്പോൾ ശരാശരി 13 ആയി. എന്നാൽ പുതിയ കുട്ടിയുടെ വയസ്സ് എത്രയാണ്? 33. ഒരു വസ്തു 480 രൂപയ്ക്ക് വിറ്റപ്പോൾ 20% നഷ്ടമായി. എത്ര രൂപയ്ക്ക് വിറ്റാൽ 20% ലാഭം കിട്ടും? 720. ഉത്തരം ഓപ്ഷൻ എ. 89-ന്റെ ഉത്തരം ഓപ്ഷൻ ബി 11.521. 90-ാമത്തെ ചോദ്യം 120 മീറ്റർ നീളമുള്ള ട്രെയിൻ 160 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോം പൂർണ്ണമായി കടക്കാൻ സെക്കൻഡിൽ 20 മീറ്റർ വേഗത്തിൽ സഞ്ചരിച്ചാൽ എത്ര സമയം വേണം? 14 സെക്കൻഡ്. ഒറ്റയാനെ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി 4529. 65 വിദ്യാർത്ഥികളുള്ള ഒരു ക്ലാസ്സിൽ രമേശിന്റെ സ്ഥാനം 21 ആണെങ്കിൽ താഴെ നിന്ന് എണ്ണുമ്പോൾ രമേശിന്റെ സ്ഥാനം എത്രയായിരിക്കും? 45. കാപ്രേക്കർ സ്ഥിരസംഖ്യ എന്നറിയപ്പെടുന്നത് ഏത്? 6174. 8 വർഷം മുമ്പ് അച്ഛൻ്റെ പ്രായം മകൻ്റെ പ്രായത്തിൻ്റെ 4 മടങ്ങായിരുന്നു. 8 വർഷത്തിന് ശേഷം അച്ഛൻ്റെ പ്രായം മകൻ്റെ പ്രായത്തിൻ്റെ 2 മടങ്ങായിരിക്കും. എങ്കിൽ അച്ഛൻ്റെ ഇപ്പോഴത്തെ പ്രായം എത്രയാണ്? 40. കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? വൃത്തം. വില കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ 14. ശരിയായ ക്രമം കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി. ആദ്യം പരുത്തി, പിന്നീട് നൂല്, പിന്നീട് നെയ്ത്ത്, പിന്നീട് വസ്ത്രമായിട്ട് മാറുന്നു. പക്ഷി, ആകാശം, മത്സ്യം, വെള്ളം. ശ്രേണി പൂരിപ്പിക്കുക. ഉത്തരം ഓപ്ഷൻ ബി 5. 100-ാമത്തെ ചോദ്യം ഒരു ക്ലോക്കിലെ 3 സംഖ്യകൾ യോജിപ്പിച്ച് എത്ര സമഭുജ ത്രികോണങ്ങൾ വരയ്ക്കാം? 4. ഉത്തരം ഓപ്ഷൻ എ 4. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ ഹൈപ്പ് ചെയ്യുവാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.